إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يا أيها الذين آمنوا كونوا قوامين لله شهداء بالقسط ولا يجرمنكم شنآن قوم على ألا تعدلوا اعدلوا هو أقرب للتقوى واتقوا الله إن الله خبير بما تعملون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ, പരമകാരുണ്യകനായ പടച്ച റബ്ബിൻ്റെ പരിശുദ്ധ ദീനീ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും പാലിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടം സമ്പാദിക്കുന്ന സൽക്കർമ്മനിരതമായ ജീവിതം മരിക്കും വരെ നിലനിർത്തണമേ എന്ന് എന്നെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ആമുഖമായി ഉണർത്തുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹുവിൻ്റെ ദീനീ വിധിവിലക്കുകളോട് വിധേയപ്പെട്ട് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ഭക്തിയും സൂക്ഷ്മതയും വൈജ്ഞാനിക ബോധ്യവും അല്ലാഹു നമുക്കേവർക്കും നിലനിർത്തി തരുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 8-ാമത്തെ ആയത്താണ് ആമുഖമായി എന്നെയും നിങ്ങളെയും ഓതി കേൾപ്പിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൽ നിരവധി സ്ഥലങ്ങളിൽ നീതിപാലനവുമായി ബന്ധപ്പെട്ട വിഷയം സംസാരിക്കുന്നുണ്ട്. വിശ്വാസി സമൂഹം വളരെ പ്രാധാന്യത്തോടെ ജീവിതത്തിൻ്റെ സർവ തുറകളിലും നിലനിർത്തേണ്ട ഗൗരവപ്പെട്ട വിഷയം, വിവിധ ചരിത്ര പശ്ചാത്തലങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് ജീവിതാനുഭവങ്ങളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരിഹാരമെന്നോണം അവതരിക്കപ്പെട്ട ആയത്തുകൾ, അതിൻ്റെ പശ്ചാത്തലങ്ങൾ പഠിക്കുമ്പോൾ നമ്മുടെ എല്ലാം സാമൂഹിക ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി അതിനെ കണക്കാക്കേണ്ടതാണ്. മാത്രവുമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല നേർക്ക് നേരെ കൽപ്പിച്ച കാര്യവുമാണ് നീതിപാലനവും നന്മ നിർവഹണവും. അഥവാ നീതിയുടെയും ന്യായത്തിൻ്റെയും കൂടെ നിൽക്കുക എന്നതല്ലാതെ ഒരു വിശ്വാസിക്ക് മറ്റൊരു വഴിയില്ല എന്നാണ് പടച്ച റബ്ബ് അറിയിച്ചിട്ടുള്ളത്, കൽപ്പിച്ചിട്ടുള്ളത്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ, തീർച്ചയായും അല്ലാഹു നിങ്ങളോട് കൽപ്പിക്കുകയാണ്. പടച്ച റബ്ബിൻ്റെ കൽപ്പനകൾ ഏതാകട്ടെ അത് ശിരസാ വഹിക്കാനും അതനുസരിച്ച് ജീവിക്കുവാനും
അതിലൂടെ ഭക്തി കണ്ടെത്തുവാനും സൂക്ഷ്മതയുള്ള വിശ്വാസികളായി തീരുവാനും ആഗ്രഹിക്കുന്നു എങ്കിൽ അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട രണ്ട് വിഷയങ്ങൾ: ബിൽ അദിൽ, നിങ്ങൾ ഏറ്റെടുക്കുന്ന നിങ്ങളുടെ ഏതൊക്കെ വിഷയങ്ങളാകട്ടെ അതിലെല്ലാം നിങ്ങൾ നീതിപരമായി കൈകാര്യം ചെയ്യണം. വൽ ഇഹ്സാൻ, അതേപോലെ തന്നെ വിശ്വാസികളുടെ ജീവിതത്തിൻ്റെ മുഖമുദ്രയാണ് നന്മ. ഇഹ്സാൻ, നന്മയിൽ അധിഷ്ഠിതവുമായിരിക്കണം എന്ന് പറയാണ്. പ്രവാചകന്മാർ അഖിലവും പ്രബോധിത സമൂഹത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനി ദഅവത്തിന് വേണ്ടി നിയോഗിതരായപ്പോൾ അതിനെക്കുറിച്ച് പരാമർശിക്കുന്ന 57-ാം അധ്യായം 25-ാമത്തെ ആയത്തിൽ ലഖദ് അർസൽനാ റുസുലനാ ബിൽ ബയ്യിനാത്ത്, വ്യക്തമായ തെളിവുകളോടെ പ്രവാചകന്മാരെ നാം നിയോഗിച്ചിരിക്കുകയാണ്. വഅൻസൽനാ മഅഹുമുൽ കിതാബ്, ഓരോ പ്രവാചകന്മാർക്കും പ്രബോധിത സമൂഹത്തെ സംസ്കരിക്കുന്നതിന് വേണ്ടി വേദഗ്രന്ഥങ്ങൾ നൽകിയിട്ടുണ്ട്. വൽ മീസാൻ, അവരുടെ പ്രബോധന പ്രവർത്തനങ്ങളിലും സാമൂഹിക ജീവിതത്തിലും ഒരു സമൂഹത്തിൻ്റെ സമതുലിതമായ സന്തുലിതമായ സുഗമമായ നിലനിൽപ്പിന് ഉതകുന്ന മീസാൻ, നീതിയുടെ ത്രാസും നൽകിയിട്ടുണ്ട്. ലിയഖൂമന്നാസു ബിൽ ഖിസ്ത്, അതെന്തിനു വേണ്ടിയാണ്? ജനങ്ങൾക്കിടയിൽ നീതി നിർവഹിക്കപ്പെടുന്നതിന് വേണ്ടി. അപ്പോൾ നീതിപൂർവം കാര്യങ്ങൾ നിലക്കൊള്ളുന്നതിന് വേണ്ടി പ്രവാചകന്മാർക്ക് നൽകപ്പെട്ട പ്രബോധന വിഷയത്തിൽ വളരെ പ്രധാനമായി പരമകാരുണികനായ പടച്ച റബ്ബ് ഈ ആയത്തിലൂടെ ഈ വിഷയം എടുത്തുദ്ധരിക്കുകയാണ്. ഇനി വിശ്വാസികളോട് നേർക്ക് നേരെ വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായം സൂറത്തുൻ നിസായിലെ 135-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്നു, ആഹ്വാനം ചെയ്യുകയാണ്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, കൂനു ഖവ്വാമീന ബിൽ ഖിസ്ത്, നിങ്ങൾ നീതിക്ക് നിലക്കൊള്ളുന്നവരായിരിക്കണം. അതുവഴി ശുഹദാഅ ലില്ലാഹ്, അള്ളാഹുവിന് നിങ്ങൾ സാക്ഷികളായി തീരണം. അപ്പം അള്ളാഹുവിന് നിങ്ങൾ സാക്ഷികളാകുന്നു എന്നതിൻ്റെ തെളിവ് നിങ്ങളുടെ ജീവിതത്തിൽ, കുടുംബത്തിലോ സമൂഹത്തിലോ, അതേപോലെ തന്നെ ജീവിക്കുന്ന ഏതൊക്കെ ഇടങ്ങൾ, നമ്മൾ ഏറ്റെടുക്കുന്ന ഏതൊക്കെ ഉത്തരവാദിത്തങ്ങൾ, അതിൽ ഏതിലാകട്ടെ അതിലെല്ലാം നിങ്ങൾ ഖിസ്ത്, നീതി പാലിക്കണമെന്നാണ്. അറബിയിൽ നീതിക്ക് അദ്ലി എന്നും പറയും, ഖിസ്ത് എന്നും പറയും. ഇവിടെ ഖിസ്ത് എന്നാണ് പ്രയോഗിച്ചിട്ടുള്ളത്. അദ്ലി എന്ന് പറഞ്ഞാൽ പൊതുവായ എല്ലാ നീതിയും ഉൾപ്പെടും. ഖിസ്ത് എന്ന് പറഞ്ഞാൽ ഓരോന്നിലും, അഥവാ ഒരു കുടുംബത്തിനകത്ത് മക്കളുടെ വിഷയത്തിൽ മാതാപിതാക്കൾക്ക്, ഒരു പിതാവിന് 3 മക്കളാണ് എങ്കിൽ ആ 3 മക്കളോടും നീതിയോടുകൂടിയുള്ള നിലപാട് സ്വീകരിക്കണമെന്നാണ്. പ്രവാചകന്റെ അരികിൽ വന്ന് സഹാബി പറയാ, പ്രവാചകരെ, ഞാൻ എൻ്റെ മകന് സമ്മാനം കൊടുക്കുകയാണ് എന്ന് പറഞ്ഞ് പ്രവാചകനുമായി സംഭാഷണം നടത്തുന്ന സമയത്ത് അലക്ക വലത്, നിനക്കൊരു കുട്ടി മാത്രമാണോ എന്ന്, അല്ല എന്ന് പറയുന്ന സമയത്തെങ്കിൽ നീ നീതി പാലിക്കണമെന്ന് പറയാം. അത് വീട്ടിനകത്ത് മക്കളുടെ വിഷയത്തിൽ അവിടുന്ന് അങ്ങോട്ട് തുടങ്ങി ഏതൊക്കെ കാര്യങ്ങൾ, അന്താരാഷ്ട്ര തലത്തിലാകട്ടെ ഏതൊക്കെ വിഷയങ്ങളിലും നിലപാടുകളിലും, അതേപോലെ തന്നെ ബന്ധങ്ങളിലും ജോലി സ്ഥലങ്ങളിലും ഇടപഴകുന്ന മേഖലകളിലുമൊക്കെ ഖിസ്ത് അഥവാ ഓരോന്നിനും വകവെച്ചു കൊടുക്കേണ്ട നീതിയുടെ രൂപമുണ്ട്. അത് വകവെച്ചു കൊടുത്ത് നീതിയുടെ വിഷയം പൂർത്തീകരിച്ച് നിലപാട് സ്വീകരിക്കുന്നതിനാണ് ഖിസ്ത് എന്ന് പറയാം. അതിൽ പൊതുവായി പറയും വിഷയാധിഷ്ഠിതമായി പാലിക്കേണ്ട നീതിക്ക് ഖിസ്ത് എന്ന് പറയും. അപ്പൊ ഇവിടെ അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ചത്, കൂനു ഖവ്വാമീന ബിൽ ഖിസ്ത്, നിങ്ങൾ നീതിക്ക് വേണ്ടി, ഈ അർത്ഥത്തിലുള്ള നീതിക്ക് വേണ്ടി നിലകൊള്ളണം. അതുവഴി ശുഹദാഅ ലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നിങ്ങൾ സാക്ഷികളായി തീരണം. ഇനി നീതി പാലിക്കുന്ന വിഷയത്തിൽ വലൗ അലാ അൻഫുസിക്കും, അത് നിങ്ങൾക്ക് എതിരാകാം. നമ്മൾ വിചാരിക്കുന്ന, നമ്മൾ ഇഷ്ടപ്പെടുന്ന വിധത്തിലാകൂല ഒരു വിഷയം, അല്ലേ? അത് നമ്മുടെ കുടുംബത്തിനകത്തായിരിക്കാം, പുറത്തായിരിക്കാം, അയൽപ്പക്ക ബന്ധങ്ങളിലായിരിക്കാം, ജോലി സ്ഥലങ്ങളിലായിരിക്കാം, സമ്പന്നരുടെ വിഷയത്തിലായിരിക്കാം, ദരിദ്രരുടെ വിഷയത്തിലായിരിക്കാം, മർദ്ദകരുടെ വിഷയത്തിലും മർദ്ദിതരുടെ വിഷയത്തിലുമായിരിക്കാം. ഏതൊക്കെ കാര്യങ്ങളിലായിരുന്നാലും നമുക്ക് ഇന്ന കാര്യം ഇന്ന രൂപത്തിലായാൽ നന്നായി എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ അതല്ല, വലൗ അല അൻഫുസിക്കും, നിങ്ങൾക്ക് എതിരായിരുന്നാലും നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ ഇച്ഛ, നിങ്ങളുടെ തോന്നലുകൾ, നിങ്ങളുടെ സാധ്യതകൾ, അതിനനുസരിച്ചല്ല നീതിയെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കണം. നിങ്ങൾക്കെതിരായിരുന്നാലും അവിൽ വാലിദൈനി, നിങ്ങളുടെ മാതാപിതാക്കൾക്കെതിരാകട്ടെ, വൽ അഖറബീൻ, നിങ്ങളുമായി വളരെ ബന്ധമുള്ള കുടുംബ ബന്ധുക്കൾ, നിങ്ങളുമായി ബന്ധമുള്ളവർക്കെതിരാകട്ടെ, അവർക്കെതിരായിരുന്നാലും മാതാപിതാക്കൾക്കെതിരായിരുന്നാലും സ്വന്തത്തിന് തന്നെ എതിരായിരുന്നാലും അള്ളാഹുവിന് സാക്ഷ്യം വഹിക്കുന്നവർ എന്ന നിലക്ക് നിങ്ങൾ ഖിസ്ത് അനുസരിച്ച്, അതിൻ്റെ ഓഹരി അനുസരിച്ച് നീതിയുടെ നിലപാടെ സ്വീകരിക്കാൻ പാടുള്ളൂ. ഈ യകുൻ ഗനിയൻ, ആ വിഷയത്തിൽ ഒരു സമ്പന്നനായിരിക്കാം, ഔ ഫഖീറൻ, അതല്ലെങ്കിൽ ദരിദ്രനായിരിക്കാം. അയാൾ സമ്പന്നനാണ്,
അപ്പൊ അയാൾ കുറച്ച് നീതി നഷ്ടപ്പെട്ടാലും വേണ്ടിയില്ല, പാവപ്പെട്ടവന്റെ പക്ഷത്ത് നിൽക്കുക എന്ന് പാടില്ല എന്നാണ്. സമ്പന്നനായ മനുഷ്യനാണ് നീതിയെങ്കിൽ അതിന്റെ കൂടെ നിലകൊള്ളണം. എന്നാൽ അതേ അവസരത്തിൽ ഔ ഫഖീറൻ, ദരിദ്രനായ മനുഷ്യൻ, അപ്പൊ അവൻ ദരിദ്രനാണ്, ഏതാ അവന്റെ കൂടെ നിന്നാലും നിന്നില്ലെങ്കിലും കുഴപ്പമില്ല, സമ്പന്നന്റെ കൂടെ നിൽക്കാം എന്ന് വിചാരിച്ച് ദരിദ്രനായ അധസ്ഥിതനായ മനുഷ്യനോട് അനീതി കാണിക്കാൻ പാടില്ല. ഓരോന്നും അതിന്റെ മെറിറ്റിൽ കൈകാര്യം ചെയ്തു കൊള്ളണം. ഖുർആന പറയുന്നത് ഫല്ലാഹു ഔലാ ബിഹിമാ, നിങ്ങൾ വിചാരിക്കുന്നതിനപ്പുറം പടച്ച റബ്ബ് രണ്ടുപേരോടും അടുത്തവരാണ്. അവർ നീതിയുടെയും ന്യായത്തിന്റെയും ധർമ്മത്തിന്റെയും കൂടെയാണ് എങ്കിൽ നിങ്ങൾ അവർക്ക് വേണ്ടി പ്രത്യേക നീക്കുപോക്കുകൾ പുറത്തേക്കൊന്ന് നടത്തി അകത്തേക്കൊന്ന് വെച്ച് നടത്തേണ്ടതില്ല. ഫല്ലാഹു ഔലാ ബിഹിമാ, ആ രണ്ടുപേരോടും സമ്പത്തുണ്ട് എന്ന് വിചാരിച്ച് അന്യായം ഒരിക്കലും അനീതിക്ക് ഇരയാകാൻ പാടില്ല. സമ്പത്ത് ഇല്ല എന്ന് വെച്ച് അന്യായത്തിന് അനീതിക്ക് ഇരയാകാൻ പാടില്ല. അള്ളാഹു രണ്ടുപേരോടും അടുത്ത് നിൽക്കുന്നുണ്ട് വിഷയാധിഷ്ഠിതമായി. ഫലാ തത്തബിഉൽ ഹവാ, നിങ്ങൾ നിങ്ങളുടെ അഭീഷ്ടങ്ങളെ, നിങ്ങളുടെ ഇച്ഛകളെ നിങ്ങൾ പിൻപറ്റരുത്. നിങ്ങൾക്ക് തോന്നും വിധത്തിൽ വിഷയങ്ങൾ, നിങ്ങൾക്ക് തോന്നും വിധത്തിൽ നീക്കുപോക്കുകൾ എന്ന രൂപത്തിലാകരുത്. അൻ തഅദിലു, നീതി പാലിക്കുന്ന വിഷയത്തിൽ. വൈൻ തൽവു ഔ തുഅരിദു, ഇനി നിങ്ങൾ വളച്ചൊടിക്കുകയാണ് എങ്കിൽ, ഇതിലെ പല വിഷയങ്ങൾ അങ്ങനെ. ഇപ്പൊ കുടുംബത്തിലെ വിഷയം ചർച്ച ചെയ്യുമ്പോൾ മക്കളെ വിഷയം നമുക്ക് വേണ്ടപ്പെട്ട വിഷയങ്ങളാകുമ്പോൾ അത് വിഷയം, അത് രാഷ്ട്രീയമായാലും അന്തർദേശീയ ആയാലും പശ്ചിമേഷ്യ ആയാലും അതേപോലെ തന്നെ ഷിയായിസ് ആയിരുന്നാലും അഹ്ലുസുന്ന ആയിരുന്നാലും, നിങ്ങൾ നോക്കി ഈ ആയത്തുമായി ബന്ധപ്പെടുത്തി ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള ന്യായങ്ങൾ ചമച്ചുകൊണ്ട് വിഷയങ്ങൾ സമർത്ഥിക്കുക. അതൊക്കെ പടച്ച റബ്ബ് പണ്ടേ 14 നൂറ്റാണ്ടുകൾക്കപ്പുറം പ്രവാചകനിലൂടെ അറിയിച്ചിട്ടുണ്ട്. ഫലാ തത്തബിഉൽ ഹവാ, നിങ്ങളുടെ ഇച്ഛ അനുസരിച്ചാകരുത്. അല്ലേ, ചില ആളുകൾ അങ്ങനെ രാഷ്ട്രീയ രംഗത്ത് അന്യായം അനീതി ഉണ്ടാകും, വേട്ടയാടപ്പെടുന്ന അവസ്ഥയുണ്ടാകും. വിഷയം വളരെ വ്യക്തമായിരിക്കും, എന്നാലും തന്റെ പാർട്ടി താൻ സ്വീകരിക്കുന്ന നിലപാട് അനീതിക്ക് അന്യായത്തിന് കൂട്ടുനിൽക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു വിശ്വാസിക്ക് ഭൂഷണമല്ല. അതേപോലെ തന്നെ അന്തർദേശീയം ലളിതമായി പറഞ്ഞാൽ ഏറ്റവും പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഷിയായിസവും അഹ്ലുസുന്നയും പശ്ചിമേഷ്യയും ഇറാനും ഇസ്രായേലും ഒക്കെ വിഷയം ചർച്ച ചെയ്യും. വളരെ ലളിതമായി അതിന്റെ പോയിന്റ് എന്താ? മർദ്ദിതരുടെ കൂടെ നിൽക്കുക എന്നതാണ് അതിലെ നീതി. മർദ്ദിതരാരാ? മർദ്ദിതർ ഇറാനാണ്. ഇസ്രായേലും അമേരിക്കയും ഒരു പരമാധികാര രാഷ്ട്രത്തിനെതിരെ അന്യായമായി അക്രമം നടത്തിയതാണ്. അപ്പോൾ മർദ്ദിതർ അവരാണ്. അതേപോലെ ഓരോ വിഷയത്തിലും ഇപ്പൊ ഇറാഖിൽ അമേരിക്ക അക്രമം നടത്തി 10 ലക്ഷം മനുഷ്യരെ കൊന്നൊടുക്കി. അവിടെ ഇറാഖിന്റെ കൂടെ മർദ്ദിതരാണ്. ഇറാഖ് കുവൈത്തിനെ ആക്രമിച്ചു, ആ സമയത്ത് കുവൈത്ത് മർദ്ദിതരാണ്, കുവൈത്തിന്റെ കൂടെയാണ്. അതേ ഓരോ വിഷയത്തിലും ആരാണോ മർദ്ദിതർ ആ മർദ്ദിതരുടെ കൂടെ നിന്നോളണമെന്നാണ്. ഉൻസുർ അഖാക ളാലിമൻ ഔ മദ്ലൂമൻ, നീ നിന്റെ സഹോദരനെ സഹായിക്കണം, അവൻ അക്രമിയാണെങ്കിലും അക്രമിക്കപ്പെടുന്നവനാണെങ്കിലും. പ്രവാചകൻ പറയാ അക്രമിയാണെങ്കിലും സഹായിക്കണം. അപ്പൊ സഹാബികൾ ചോദിച്ചു, അക്രമിയാണെങ്കിലും സഹായിക്കണം, അവനോട് അക്രമം അവസാനിപ്പിക്കാൻ പറയണം. അതാണ് അതിന്റെ നീതി. അങ്ങനെ നീ സഹായിക്കണം. അപ്പൊ ബന്ധപ്പെട്ട ആളുകൾ, ഭരണാധികാരികൾക്കിടക്ക് ഓരോ വിഷയം, നമ്മൾ വ്യക്തിപരമായി കുടുംബം, സമൂഹം, അന്താരാഷ്ട്രം, ഭരണാധികാരികൾ, ഭരണീയർ ഓരോരുത്തരിലേക്ക് ഈ ഹദീസുകൾ ഇങ്ങനെ ചെല്ല. അപ്പൊ അക്രമം പ്രവർത്തിക്കുന്ന ആളാണ് തന്റെ സുഹൃത്ത് എങ്കിൽ ആ അക്രമം പ്രവർത്തിക്കുന്നവരെ അതിൽ നിന്ന് മാറ്റി നിർത്തണം, അക്രമം അവസാനിപ്പിക്കാൻ പറയണം. ഉൻസുർ അഖാക ളാലിമൻ ഔ മദ്ലൂമൻ, മദ്ലൂമാണെങ്കിലോ പീഡിതനാണെങ്കിൽ ആ പീഡിതന്റെ കൂടെ നിൽക്കുകയും ചെയ്യണം. വിശുദ്ധ ഖുർആൻ പറഞ്ഞതാ, നമ്മുടെ തോന്നലുകൾ അനുസരിച്ചല്ല. പക്ഷേ ഓരോ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഓരോരുത്തർക്ക് അനുസരിച്ച്, ഇപ്പൊ ഷിയായിസം ചർച്ച ചെയ്യുമ്പോൾ അവർ ഇസ്ലാമുമായി ബന്ധപ്പെട്ട് ആശയപരമായി അങ്ങേയറ്റത്തെ വ്യത്യാസമുണ്ട് എന്ന് ആർക്കാണ് അറിയാത്തത്? പക്ഷെ എന്ന് വെച്ച് ഒരു വിഷയം അന്യായമായ അക്രമത്തിന് വിധേയമാകുന്ന സമയത്ത് ആരുടെ കൂടെയാ നിൽക്കേണ്ടത്? ഇസ്ലാം ആരുടെ കൂടെയാ നിന്നത്? അതാണ് വിശുദ്ധ ഖുർആനിൽ നീതിയുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആനിലെ 105 മുതൽ 112 വരെയുള്ള ആയത്തുകൾ അവതരിക്കപ്പെട്ടത് നീതി നിഷേധിക്കപ്പെട്ട ജൂതന്റെ വിഷയത്തിലാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ നീതി നിഷേധിക്കപ്പെട്ട ജൂതന്റെ വിഷയത്തിൽ 4-ാം അധ്യായം സൂറത്തു നിസായിലെ 105 മുതൽ 112 വരെ സൂക്തങ്ങളാണ്. തുഅമത്തി എന്ന് പറയുന്ന മുസ്ലിം, റിഫാഅത്തി എന്ന് പറയുന്ന മറ്റൊരു മുസ്ലിമിന്റെ പടയങ്കി മോഷണം നടത്തുകയും ആ മോഷണം നടത്തിയതിനു ശേഷം പിടിക്കപ്പെടും അന്വേഷണത്തിലൂടെ എന്നെത്തിയപ്പോ ഈ തുഅമത്തി എന്ന് പറയുന്ന മനുഷ്യൻ ജൂതന്റെ വീട്ടിൽ കൊണ്ടുപോയി ആ പടയങ്കി ഇടുകയാണ്. സാഹചര്യ തെളിവുകളൊക്കെ ഈ ജൂതന് പ്രതികൂലമാണ്. പ്രവാചകന്റെ അരികിലേക്ക് വിഷയമെത്തുകയാണ്. പ്രവാചകൻ പ്രത്യക്ഷമായ തെളിവിന്റെയും തൊണ്ടിമുതലിന്റെയും ന്യായ സമർത്ഥനത്തിന്റെയും അടിസ്ഥാനത്തിൽ ജൂതന് എതിരായിക്കൊണ്ട് വിധിക്കുകയാണ്, മുസ്ലിമിന് അനുകൂലമായി വിധിക്കുകയാണ്. ആ വിധിച്ച സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല 4-ാം അധ്യായം സൂറത്ത് നിസായിലെ 105 മുതൽ 112 വരെയുള്ള ആയത്തുകൾ അവതരിപ്പിച്ചത്. ആയത്തിന്റെ ആദ്യ ഭാഗം തന്നെ വൈൻ ഹകംത ഫഹ്കും ബൈനഹും ബിൽ ഖിസ്ത്, പ്രവാചകരെ താങ്കൾ വൈൻ ഹകംത ഒരു വിധി തീർപ്പ് നടത്തിക്കഴിഞ്ഞാൽ ഫഹ്കും ബൈനഹും ബിൽ ഖിസ്ത്, ആ വിഷയത്തിന്റെ നീതിയുടെ ഓരോ ഭാഗവും വ്യവച്ഛേദിച്ച് വേർതിരിച്ചായിരിക്കണം വിധി തീർപ്പിലെത്തേണ്ടത്. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, തീർച്ചയായും അല്ലാഹു നീതി പാലിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു. അല്ലാഹു നീതി പാലിക്കുന്നവരെ ഇഷ്ടപ്പെടുക. എന്നിട്ട് താക്കീതുകൾ നൽകുകയാണ്.
പിന്നെ വഞ്ചിച്ച ആളുകൾക്ക് വേണ്ടി പ്രവാചകരെ താങ്കൾ ന്യായം പറയാൻ പാടില്ല എന്ന് പറയാ. അപ്പോ ജൂതന് വേണ്ടി ജൂതന്റെ കൂടെ നിൽക്കുക. അപ്പൊ എന്താ കാരണം? ജൂതരാരാ? ജൂതന്റെ മേൽ പിന്നെ തിന്മ ചാർത്താനുള്ള കാരണം എന്താ? ജൂതന്മാരെപ്പോഴും ഇസ്ലാമിനോട് പ്രതികൂലമായി നിൽക്കുന്നവരാണ്. അപ്പൊ അവർ വഴി തനിക്ക് രക്ഷപ്പെടാമെന്ന നിലക്കാണ് സ്വാഭാവികമായി സാഹചര്യം അനുസരിച്ച് അതിൽ ന്യായം കിട്ടുകയും രക്ഷപ്പെടാനുള്ള പഴുതുകളും ഉണ്ട് എന്ന് വിചാരിച്ചു. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ജൂതനൊരു മനുഷ്യനാണ്. മനുഷ്യർക്കിടക്ക് അന്യായ അനീതികൾ ഉണ്ടാകാൻ പാടില്ല. മനുഷ്യൻ എന്ന നിലക്ക് ജൂതന്റെ കൂടെ നിന്നു. ഇസ്ലാം നീതിയാണ് കൽപ്പിക്കുന്നത്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ. അതേപോലെയാണ് എക്കാലത്ത് നടക്കുന്ന പ്രശ്നങ്ങളിലൊക്കെ ആദ്യത്തെ പ്രിഫറൻസ് മനുഷ്യർ എന്ന നിലക്കാണ്. മനുഷ്യർ എന്ന നിലക്ക് നീതിയുടെ കൂടെ നിൽക്കാൻ കഴിയണം. എന്നിട്ടാണ് അടുത്ത വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുക. ആ ചർച്ച ചെയ്യുന്ന സമയത്ത് അതിൻ്റെതായ സമയങ്ങളിലാണ് ബാക്കി ചർച്ചകൾ നടത്തേണ്ടത്. എല്ലാ സമയങ്ങളില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ ചർച്ച നടത്തുന്നത് പിന്നെ അധിനിവേശ രാജ്യങ്ങൾ, സാമ്രാജ്യത്വ സയനിസ്റ്റ് രാജ്യങ്ങൾ ഒന്നാകെ ആക്രമണം നടത്തിയ ഒരു പ്രദേശത്തെ ഒന്നാകെ ഒന്നുമല്ലാതാക്കി കൊണ്ടിരിക്കുമ്പോൾ ആ വിഷയത്തിൽ ഏത് നിലപാട് സ്വീകരിക്കണം? ഈ വക ആയത്തുകളുടെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നടന്ന ചരിത്രത്തിന്റെയും അടിസ്ഥാനത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നീതിയുടെ ന്യായത്തിന്റെ കൂടെ നിൽക്കണം. അതല്ല ഷിയായിസതൊക്കെ പഠിപ്പിക്കുകയാണെങ്കിൽ അപ്പൊ അഹ്ലുസുന്നയുടെ സ്വന്തം ബന്ധപ്പെട്ട ആളുകൾ അന്യായം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതിനെ ന്യായീകരിക്കുന്നുവോ, അതുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഇറക്കുമോ, ആ വിഷയം ചർച്ച ചെയ്യാൻ ശ്രമിക്കുമോ? ഒരിക്കലുമില്ല. കാരണം ഇസ്ലാമിന്റെ ആദർശത്തിന്റെ കടക്കലാണ് കത്തിവെക്കുന്നത് എങ്കിൽ ഒരു ഭാഗത്ത് ഒരു നീതിയും മറുഭാഗത്ത് മറ്റൊരു നീതിയാകുമോ? അപ്പൊ ഇറാൻ ഷിയ രാജ്യം 90% പിന്നെ ഷിയാക്കളാണ്. പിന്നെ ശിർക്കും അതേപോലെ വിദഅത്തുകളും അനാചാരങ്ങളുമാണ്. അപ്പൊ അത് അവർക്കെതിരെ സംസാരിക്കുക. എന്നാൽ അഹ്ലുസുന്ന ആശയത്തിലൊരു രാജ്യം അമ്പലം പണിത് ബിംബങ്ങളെ കൊണ്ടുവച്ച് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് എന്നിട്ട് ആരാധിക്കുന്നതിന് വേണ്ടി തൗഹീദിന് നേർക്ക് നേരെ തന്നെ എതിരുണ്ടാകുമ്പോൾ അതിൽ മൗനം ദീക്ഷിക്കുക, അതിൽ മിണ്ടാതിരിക്കുക, അതുമായി ബന്ധപ്പെട്ട് ഒന്നും പറയാതിരിക്കുക, അവിടെ സൈലന്റ് ആയി നിൽക്കുക. അതെന്ത് നീതിയാ? യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ബിൽ ഖിസ്ത്. നിങ്ങൾ നീതിക്ക് വേണ്ടി നിലകൊള്ളണം. ശുഹദാ ലില്ലാ, അല്ലാഹ്ക്കാണ് നിങ്ങൾ സാക്ഷ്യം വഹിക്കുന്നത് എന്ന ബോധം ഉണ്ടാകണം. വലൗ അലാ അൻഫുസിക്കും, നിങ്ങളുടെ ജോലി സാധ്യത കുറച്ച് കളയും. ന്യായം പറയുമ്പോൾ, നീതി പറയുമ്പോൾ, അവിടെ തൗഹീദ് പറയുമ്പോൾ, തവക്കുൽ പറയുമ്പോൾ, ഭരണാധികാരികൾക്ക് മെസ്സേജ് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ടി വരുമ്പോൾ പീഡിതരുടെ കൂടെ നിലകൊള്ളണം എന്ന് പറയുമ്പോൾ വലൗ അലാ അൻഫുസിക്കും, അത് നിങ്ങൾക്കെതിരാകും. അവിൽ വാലിദൈനി, നിങ്ങളുടെ മാതാപിതാക്കൾക്ക്, എന്നല്ലേ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് എതിരായാലും, നിങ്ങൾക്ക് എതിരായിരുന്നാലും, നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് എതിരായിരുന്നാലും ഒക്കെ നിങ്ങൾ നീതിയുടെ പക്ഷത്തെ നിൽക്കാൻ പാടുള്ളൂ എന്ന് വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപിത നയമാണ്. ഇനി അന്യായം കാണിക്കാൻ പാടുണ്ടോ? അത് ആമുഖമായി ഓതി വെച്ച ആയത്ത് യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, കൂനൂ ഖവ്വാമീന ലില്ലാഹ്. നേരത്തെ ആയത്തിൽ നിങ്ങൾ നീതിക്ക് വേണ്ടി നിലകൊള്ളണം, ഈ ആയത്തിൽ നിങ്ങൾ പടച്ചറബിന് വേണ്ടി നിലകൊള്ളണം എന്ന് പറയാം. എന്നിട്ട് നീതിക്ക് സാക്ഷ്യം വഹിക്കണം. നേരത്തെ നിങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടി നിലകൊള്ളണം, നീതിക്ക് സാക്ഷ്യം വഹിക്കണം എന്ന് പറയാം. മാറി മാറി പടച്ചറബ് പ്രയോഗിക്കുകയാണ് ഇതിന്റെ പ്രാധാന്യം അനുസരിച്ച്. കൂനൂ ഖവ്വാമീന ലില്ലാഹ്, നിങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടി നിലകൊള്ളണം. ശുഹദാ അലിൽ ഖിസ്ത്, നീതിക്ക് സാക്ഷ്യം വഹിക്കണം. വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ, വലാ യജ്രിമന്നകും, ഒരിക്കലും നിങ്ങളിൽ ഈർഷ്യത ഉണ്ടാകരുത്. ശനആനു ഖൗമിൻ, ഒരു സമൂഹത്തോടുള്ള, ഒരു സമുദായത്തോടുള്ള, ഒരു പ്രസ്ഥാനത്തോടുള്ള, ഒരാശയത്തോടുള്ള, ഒരു രാജ്യത്തോടുള്ള, ഏത് നിലക്കും ഇതിനെ വ്യാഖ്യാനിക്കാം. ശനആനു ഖൗമിൻ, ഒരു സമൂഹത്തോടുള്ള നിങ്ങളുടെ ഈർഷ്യത, നിങ്ങളുടെ വ്യത്യാസങ്ങൾ, ആ വ്യത്യാസം അലാ അല്ലാ തഅദിലു, അവരോട് നീതി പാലിക്കാതിരിക്കാൻ കാരണമായിരുന്നുകൂടാ. യഅദിലു, നിങ്ങൾ നീതി പാലിക്കണം. ഹുവ അഖറബു ലിത്തഖ്വ, അതാണ് സൂക്ഷ്മതയോട് അടുത്ത് നിൽക്കുന്നത്. വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണം. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നതും പറഞ്ഞുകൊണ്ടിരിക്കുന്നതും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതും എഴുതിക്കൊണ്ടിരിക്കുന്നതും ഒക്കെ ഏതർത്ഥത്തിലും ആരെ സുഖിപ്പിക്കാനും ആരെ രക്ഷപ്പെടുത്താനും ആരെ പ്രീണിപ്പിക്കാനും ആരെ പ്രകോപിപ്പിക്കാനും ആണ് എന്ന് ആർക്കറിയാം? കണ്ണിന്റെ കട്ടുനോട്ടവും മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചതും അറിയുന്ന പടച്ചറബിനറിയാം. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു ഖബീറുൻ, സൂക്ഷ്മജ്ഞാനിയാണ്. അലീം എന്നതിന്റെ അപ്പുറമുള്ള പ്രയോഗം നടത്തിയത്. അലീം എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം അറിയുന്നവനാണ് എന്നാൽ, ഖബീർ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മമായി അറിയുന്നവനാണ്. ഓരോ കാര്യങ്ങളും കൃത്യമായി വ്യവച്ഛേദിച്ച് വേർതിരിച്ച് അതിനെ മൈന്യൂട്ട് അനലൈസ് നടത്തി അറിയുന്നവനാണ് തന്റെ റബ്ബ്. അതാണ് ബിമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ്. ഒരാളോടും അന്യായം അനീതി പ്രവർത്തിക്കാൻ പാടില്ല. അതാണ് നിങ്ങൾക്ക് എതിരുള്ള ആളായിരുന്നാലും അത് എൻ്റെ ആളല്ല, എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആളല്ല, എൻ്റെ സംഘടനാ പ്രവർത്തകനല്ല, എൻ്റെ പ്രസ്ഥാന ബന്ധുവല്ല, എൻ്റെ കുടുംബ ബന്ധുവല്ല, ഞാൻ എൻ്റെ കാഴ്ചപ്പാടിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ ആശയത്തിൽ ആദർശത്തിലുള്ള രാജ്യമല്ല. ഇങ്ങനെ നമ്മൾ വിചാരിക്കുന്ന ചില ന്യായങ്ങളുണ്ട്. അതുകൊണ്ട് അവർ കൊല്ലപ്പെടട്ടെ, അവർ നിഷ്കാസിതമായി തീരട്ടെ, അത് ശത്രുക്കൾ തമ്മിൽ സംഘടനയിൽ ഏർപ്പെട്ട് എന്നിട്ട് നിരപരാധികൾ കൊല്ലപ്പെട്. അല്ലെങ്കിൽ നോക്കൂ, നിങ്ങളിപ്പോൾ ഇന്നലെ വന്ന ന്യൂസ് എന്താ? അതൊക്കെ കഴിഞ്ഞപ്പോൾ ഒക്കെ തീർത്ത് നമ്മൾ വിചാരിക്കൽ എവിടെ തീരുന്ന ഈ സയനിസം സാമ്രാജ്യത്വം ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യരെ
മനുഷ്യരെ പച്ചക്ക് കൊന്നു തിന്ന് പൂതി തീരാത്ത ഒരു വിഭാഗം. ആലോചിച്ച് നോക്കൂ, ലബനാനിൽ ഇന്നലെ മാത്രം നടത്തിയ ആക്രമണത്തിൽ 100-300 ആളുകൾ കൊല്ലപ്പെടുക, അതിലെത്രയോ കുഞ്ഞുങ്ങൾ, അതിന്റെ റിപ്പോർട്ടുകൾ നിങ്ങൾ നോക്കൂ. എത്രയോ സാധാരണക്കാരായ നിരപരാധികളായ ആളുകൾ. അതേ ഇന്നലെ തന്നെ ന്യൂസ് കേൾക്കുന്ന സമയത്താണ് ഗസയിൽ പിന്നെ ഒരു മാധ്യമപ്രവർത്തകൻ അദ്ദേഹത്തിന്റെ കുടുംബവും സഞ്ചരിച്ച കാറിനെ ടാർഗറ്റ് ചെയ്ത് ഇസ്രായേല് സ്ഫോടനം നടത്തിയിട്ട് എന്നിട്ട് പിന്നെ മക്കളൊക്കെ അടുത്തിരുന്ന് ആ കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളും ബാക്കിയുള്ള മക്കൾ അടുത്തിരിക്കലും ആളുകൾ ഒരുമിച്ച് കൂടലും ഇതൊക്കെ ഇന്നലെ നടന്ന ന്യൂസാണ്. ഇതൊക്കെ ശാന്തമായി എന്ന് നമ്മൾ വിചാരിക്കും, ഒന്നും ആയിട്ടില്ല. മനസ്സിലായില്ല? ഒക്കെ ഇങ്ങനെ അതിൻ്റെതായ രൂപത്തിൽ കൂടുതൽ രൂക്ഷമായിട്ട് 10 മിനിറ്റ് കൊണ്ട് 300-ലധികം ആക്രമണമാണ് ലബനാനിലെ ബൈറൂത്തിൽ നടത്തിയിട്ടുള്ളത്. 10 മിനിറ്റ് കൊണ്ട്. കാരണം ഇവിടെ ഇതിങ്ങനെ വിചാരിച്ച രൂപത്തിൽ ഇറാനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു മെച്ചം കിട്ടിയില്ല എന്നതിൻ്റെ ഈർഷ്യത തീർക്കുകയാണ് ബാക്കിയുള്ളടത്ത്. കാരണം ഇവിടെ ഏകദേശം ലോക്കായി എന്നുള്ളത് പിന്നെ അവർക്ക് തിരിച്ചറിഞ്ഞു. പിന്നെ ഇവിടെ വല്ലാതെ പിന്നെ ഹോർമൂസും അതല്ലാത്തതും കാര്യങ്ങളൊക്കെ ചർച്ചയും ആഗോള സാമ്പത്തിക പ്രതിസന്ധിയും സഖ്യകക്ഷികൾ തന്നെ കൂടല്ല, യൂറോപ്യന്മാരെ കിട്ടിയില്ല എന്നുള്ള നിലക്ക് ആകെ അധസ്ഥിതരായി നിന്ദ്യരായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ വാശി തീർക്കുന്നതിന് വേണ്ടി നിരപരാധികളായ മറ്റൊരു ജനവിഭാഗത്തിന്റെ, അപ്പോഴും പല ആളുകൾ ചർച്ച അത് ഹിസ്ബുള്ള അല്ലെങ്കിൽ അത് ലബനാന് പിന്നെ അത് ഷിയാക്കൾ എന്ന് പറയുന്നതല്ല. ആദ്യം മനുഷ്യരെന്ന നിലക്ക്, പാവപ്പെട്ട കുഞ്ഞുങ്ങൾ, മനുഷ്യരെന്ന നിലക്ക് കാര്യങ്ങളെ മനസ്സിലാക്കുകയും ആര് കൊല്ലപ്പെട്ടു കഴിഞ്ഞാലും ആരുടെ രക്തം ചിന്തിക്കഴിഞ്ഞാലും അത് ചിന്താൻ പാടില്ല, അന്യായം ആരും നേരിടാൻ പാടില്ല. അതാണ് വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപിത നയവും അധ്യാപനവും എന്ന് തിരിച്ചറിയാൻ കഴിയും. അങ്ങനെ നിലക്കൊണ്ടു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അൻ അബ്ദുല്ലാഹി ഇബ്നു അംർ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നൽ മുഖ്സിതീന ഇൻദല്ലാഹി അലാ മനാബിറ മിൻ നൂരിൻ അൻ യമീനിർ റഹ്മാൻ. പരലോകത്ത് പടച്ചറബിന്റെ സമീപത്ത് പ്രകാശം ലഭിക്കുന്ന പദവികളിലേക്ക് പ്രവേശിക്കുന്നവർ നീതിക്ക് വേണ്ടി നിലക്കൊണ്ടവരാണ്. അല്ലേ? ഈ ലോകത്ത് നീതിയുടെ നിലപാട് സ്വീകരിക്കുമ്പോൾ പല നഷ്ടങ്ങളുണ്ടാവും, പല പ്രയാസങ്ങളും, പല അരികുവൽക്കരണങ്ങളും പലതും ഉണ്ടാകും. പക്ഷേ ഭൗതികമായിട്ടുള്ള ശബളിമയൊക്കെ നഷ്ടപ്പെടും, പ്രമത്തത കുറഞ്ഞു വരും, പലതും ഉണ്ടാകും. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ തഖ്വയും തവക്കുലും സൂക്ഷ്മതയും ഉണ്ട് എങ്കിൽ അല്ലാഹു ഈ ലോകത്തും സാധ്യത നൽകും, പരലോകത്ത് പടച്ച റബ്ബിന്റെ സമീപത്ത് പ്രകാശത്തിന്റെ പദവി നൽകുകയും ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചിരിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് വിശുദ്ധ ഖുർആനിൽ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലും 4-ാം അധ്യായം സൂറത്തുൻ നിസായിലും 105 മുതൽ 112 വരെയുള്ള സൂക്തങ്ങൾ വിശകലനം ചെയ്തു കഴിഞ്ഞാൽ പ്രവാചകന്മാർ അഖിലവും പ്രബോധനം ചെയ്ത നീതിപാലനത്തിന്റെ വിഷയത്തിൽ എക്കാലത്തും വിശ്വാസി സമൂഹം നിലക്കൊള്ളേണ്ടതുണ്ട്. തങ്ങൾക്ക് എതിരായി കഴിഞ്ഞാലും അത് നീതിയുടെ കൂടെ നിൽക്കണം. അങ്ങനെ നിന്ന പ്രവാചകനെ പിൻപറ്റുന്നവരാണ് നമ്മൾ. മഖ്സൂമി ഗോത്രക്കാരി, ഖുറൈശി ഗോത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഭാഗം. ആ ഗോത്രക്കാരിക്ക് മോഷണം നടത്തുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ആ പെണ്ണിന് ഇടക്കിടക്ക് മോഷണം നടത്തും. അവസാനം പിടിക്കപ്പെടുകയാണ്. പ്രവാചകന്റെ അടുത്തെത്തി റെക്കമെൻഡിന് വേണ്ടി സഹാബിയായ ഉസാമയെ ആ ഗോത്രക്കാരി നിശ്ചയിക്കുകയാണ്. അപ്പോൾ ഇവളാണ് മോഷണം നടത്തിയത് എന്ന് കൃത്യമായ തെളിവുണ്ട്. ഉസാമ റെക്കമെൻഡിന് വേണ്ടി വന്നപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, നീ എന്തിനു വേണ്ടിയാ വന്നിട്ടുള്ളത്? അടുത്ത് ആ മോഷണം നടത്തിയതും അന്യായം ചെയ്തതും എൻ്റെ കരളിന്റെ കഷ്ണമായ ഫാത്തിമ ബിൻത്ത് മുഹമ്മദിന്റെ മകൾ ഫാത്തിമയാണ് കട്ടെടുത്തത് എങ്കിൽ, മോഷ്ടിച്ചത് എങ്കിൽ തീർച്ചയായും ഞാൻ അവളുടെ കൈ ഛേദിച്ച് കളയുമെന്ന് പ്രവാചകൻ അവിടെ നേർക്കുനേരും. പിന്നീട് ആ വിഷയത്തിന്റെ ഗൗരവം ആ സമയത്ത് മിമ്പറിൽ കയറിയിട്ട് ആ സമൂഹത്തെ മൊത്തത്തിൽ പ്രതിനിധാനം ചെയ്തുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പങ്കുവെച്ചു എന്നാണ്. ഇതാണ് പ്രവാചകന്റെ ഈ വിഷയത്തിലെ നിലപാടും ഇസ്ലാമിക ചരിത്രവും വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളും. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സുവിശേഷമായി ഈ വിഷയത്തോട്, നീതി എന്ന വിഷയത്തോട് നീതി പുലർത്തുന്ന ആളുകൾക്ക് രണ്ട് ലോകത്തും ലഭിക്കുന്ന നേട്ടത്തെക്കുറിച്ചുമൊക്കെ സംസാരിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിഷയം നമുക്ക് അനുകൂലമായാലും നമുക്ക് പ്രതികൂലമായാലും വ്യക്തി, കുടുംബ, സാമൂഹിക, ഉപജീവന, അന്തർദേശീയ, ദേശീയ ഏത് വിഷയങ്ങളാകട്ടെ ആ വിഷയങ്ങളിലൊക്കെ ഏറ്റവും പക്വവും നീതിപൂർവകവുമായ നിലപാട് സ്വീകരിക്കുവാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹില്ലദീ അൻഅമനാ വഅസ്അദനാ ബിഹിദായത്തിൽ ഇസ്ലാം وهو الذي أكرمنا بالقرآن الكريم والصلاة والسلام على رسوله الأمين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പ്രത്യേക സ്ഥലകാല സന്ദർഭ വ്യത്യാസമില്ലാതെ എല്ലായ്പ്പോഴും പടച്ച റബ്ബിൽ സൂക്ഷ്മതയുള്ളവരായി മുത്തഖീങ്ങളും മുവഹിദുകളും മുത്തവക്കിലീങ്ങളുമായ മുസ്ലിമീങ്ങളിൽ ഉൾപ്പെടണമേ എന്ന് സവിനയം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിനു വേണ്ടിയുള്ള
ഒരുക്കങ്ങളിലാണ് നമ്മിലെ പല സഹോദരീ സഹോദരന്മാരും വിശ്വാസികൾ. ഈ സമയത്ത് നമ്മൾ മനസ്സിരുത്തേണ്ട 4-5 കാര്യങ്ങൾ ഹജ്ജിന് വേണ്ടി ഒരുങ്ങുന്നവരോട് പ്രത്യേകിച്ച്, ഒരുങ്ങാത്തവരും നമ്മുടെ മനസ്സിലെ ചിരകാല അഭിലാഷമായി ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങളിൽ 5-ാമതായ നിർബന്ധ കർമ്മമാണ് ഹജ്ജ്. അപ്പോൾ സാങ്കേതികതയും സാമ്പത്തികവും ശാരീരികവും ഒക്കെ അനുകൂലമായി വന്നു കഴിഞ്ഞാൽ അത് നിർവഹിക്കുക എന്നത് വിശ്വാസികൾക്ക് നിർബന്ധമാണ്. അങ്ങേയറ്റം സമ്പത്തുള്ള ആളുകൾ അത് നിർവഹിച്ചാൽ മതിയല്ലോ എന്ന ഒരു അലസത ആ വിഷയത്തിൽ നമുക്കുണ്ടാകാൻ പാടില്ല. ഉള്ള സമ്പത്തിൽ നിന്ന്, വരുമാനത്തിൽ നിന്ന് അല്പാൽപം അങ്ങനെ നീക്കിവെച്ച് നിശ്ചിത വർഷങ്ങൾക്കുള്ളിൽ ആരോഗ്യം വല്ലാതെ ക്ഷയിക്കാതെ പരസഹായമില്ലാതെ തന്നെ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിൻ്റെ കംപ്ലീറ്റ് കർമ്മങ്ങളും കൃത്യമായി നിർവഹിക്കാൻ എനിക്ക് കഴിയണം. ആ കഴിയുന്ന ആരോഗ്യ അവസ്ഥയിൽ തന്നെ എനിക്ക് ഈ കർമ്മം ചെയ്യണം എന്നൊരാഗ്രഹവും നെയ്യത്തും ഒക്കെ ആസൂത്രണവും ഒക്കെ നമുക്കുണ്ടാകണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹജ്ജിന് പോകുന്നവരും അതേപോലെ തന്നെ പോകാത്തവരും ഈ സമയത്ത് ഞാൻ ഒന്നാം ഖുതുബയിൽ പറഞ്ഞതുപോലെ പശ്ചിമേഷ്യയുടെ അവസ്ഥ, കാര്യങ്ങളൊക്കെ ഇങ്ങനെ അനുകൂലമാകുന്ന രംഗങ്ങളൊക്കെ വരുന്നുണ്ട്. സ്ഥായിയായ സഹവർത്തനവും സമാധാനവും സുരക്ഷിതാവസ്ഥയും അവിടെ ഉണ്ടാകണം. അരക്ഷിതമായ സാഹചര്യങ്ങളിൽ നിന്ന് ആ പ്രദേശം രക്ഷപ്പെടണം. നമുക്കൊക്കെ അത്രമേൽ ബന്ധമുള്ള രാജ്യങ്ങൾ, സ്ഥലങ്ങൾ, പ്രവിശ്യകൾ, പ്രദേശങ്ങളാണത്. മാത്രവുമല്ല പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കപ്പെടുന്നത് മക്കയിലാണ്. മക്ക GCC രാജ്യങ്ങളിൽ പെട്ടതാണ്, സൗദി അറേബ്യയിലാണ്. അവിടെ സമാധാനം ഉണ്ടാകണം. അപ്പം ആദ്യം നമ്മൾ നിർവഹിക്കേണ്ടത് പ്രാർത്ഥനയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പരിശുദ്ധ ഹജ്ജ് കർമ്മത്തോടടുക്കുന്ന ഈ ദിനങ്ങളിൽ, മാസങ്ങളിലൊക്കെ കാര്യങ്ങൾ അനുകൂലമാകുകയും സമാധാനം പരിപൂർണമായി തിരിച്ചു വരികയും സമാധാനത്തോടെ പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടിയുള്ള സൗഭാഗ്യവും അതേപോലെ തന്നെ അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും അനുകൂലമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. രണ്ടാമത്തേത്, നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന, അത് ലഭിച്ചവർക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് അപൂർവമായ ഒരു അവസരമാണ്. അപ്പോൾ ഈ അവസരം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പലപ്പോഴും പതിവനുസരിച്ച് ജീവിതത്തിൻ്റെ ഒരു സായാഹ്നം എത്തുമ്പോഴാണ് ഈ കർമ്മത്തിന് സെലക്ഷൻ നടത്തൽ. പക്ഷെ പല രാജ്യങ്ങളിലൊക്കെ പലപ്പോഴും വായിച്ചിട്ടുണ്ട്, അവരൊക്കെ അവരുടെ വൈവാഹിക ജീവിതത്തിലേക്കൊക്കെ പ്രവേശിക്കുമ്പോൾ, ഇന്തോനേഷ്യയിലൊക്കെ ഞാൻ ഖത്തർ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന സമയത്തിൻ്റെ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു, 2-3 പിന്നെ ഇന്തോനേഷ്യയിൽ നിന്നുള്ള സുഹൃത്തുക്കൾ പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവരിങ്ങനെ പറയും, അവരുടെയൊക്കെ വൈവാഹിക ജീവിതത്തിലെ ഒരു പ്ലസ് പോയിൻ്റാണ് ഹജ്ജ് ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നുള്ളതെന്നാണ്. ഹജ്ജ് ചെയ്തവർക്കൊരു മെറിറ്റ് ഉണ്ട്. നമ്മൾ വിവാഹത്തിന് പല കാര്യങ്ങളും ചർച്ച ആക്കാറുണ്ടല്ലോ. അപ്പോൾ ഹജ്ജ് ചെയ്തൊരു യുവാവ്, ഹജ്ജ് ചെയ്തൊരു യുവതി എന്നൊക്കെ പറയുമ്പോൾ അതൊരു വല്ലാത്ത പ്ലസ് ആണെന്ന്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ആരോഗ്യമുള്ള സമയത്ത് തന്നെ പരമാവധി അത് നിർവഹിക്കണം. പക്ഷേ ഹജ്ജിന് കിട്ടിയ ആളുകൾ, നമ്മുടെ ഒക്കെ നാട്ടു നടപ്പനുസരിച്ച് പരമാവധി പ്രായം ഒരു 60, 65, 70 എന്നൊക്കെ പറഞ്ഞ രൂപത്തിലേക്ക് എത്തുമ്പോഴാണ് പലർക്കും അവസരം കിട്ടൽ, പലരും ആ കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കാറുള്ളത്. ഏതായിരുന്നാലും ഈ വർഷം കിട്ടിയ ചാൻസ് കിട്ടിയ ആളുകൾ ഇനി അങ്ങോട്ട് ആരോഗ്യപരമായ വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധ കാണിക്കണം. ഇപ്പോഴത്തെ കാലാവസ്ഥ, ചൂട് കാര്യങ്ങൾ, അതേപോലെ ദീർഘയാത്രകൾ, ആവശ്യമില്ലാത്ത ജനസമ്പർക്കങ്ങൾ, ഇതൊക്കെ ഒഴിവാക്കാൻ പറ്റുന്നതൊക്കെ പരമാവധി ഒഴിവാക്കണം. കാരണം ഹജ്ജിനോട് അടുത്ത സമയങ്ങൾ എത്തുമ്പോൾ ശാരീരികമായി വല്ല അസുഖങ്ങളും പ്രയാസങ്ങളും വന്നുപെട്ട് കഴിഞ്ഞാൽ പിന്നീട് ആ കർമ്മം നിർവഹിക്കുന്നത് വലിയൊരു ഹെവി ടാസ്കായി, അങ്ങേറ്റം പ്രയാസമുള്ളൊരു സംഗതിയായി മാറും. അപ്പോൾ അതാണ് ഒന്ന്, സമാധാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന. രണ്ടാമത്തേത്, ആരോഗ്യ പരിരക്ഷയുടെ വിഷയത്തിൽ ഹജ്ജിന് സെലക്ഷൻ കിട്ടിയ ആളുകൾ പ്രത്യേക കരുതലുണ്ടാകണം. മൂന്നാമത്തേത്, വൈജ്ഞാനികമായിട്ട് പ്രബുദ്ധരാകണം, ബോധ്യമുണ്ടാകണം. നമ്മൾ നിർവഹിക്കുന്നത്, പോകുന്നത് ഒരു യാത്രയല്ല, വെറുതെ മക്ക സന്ദർശിക്കാം, അതേപോലെ അവിടെ ഒന്ന് കാണാം, പിന്നെ ഇബ്രാഹിം നബിയുടെ ഇസ്മായിൽ നബിയുടെയൊക്കെ പാദസ്പർശമേറ്റ മണ്ണ്, പ്രവാചകന്റെ പ്രബോധന സ്ഥിരാ കേന്ദ്രം, അതിനോടുള്ള ഒരു വൈകാരികമായ ബന്ധം, ആദ്യമായി ഭൂമിയിൽ എടുക്കപ്പെട്ട കഅബയെ നേർക്കുനേരെ കാണൽ, ഇത്രയും കാലം ലക്ഷക്കണക്കിന് നമസ്കാരം കിബിലയാക്കി ആ കഅബക്ക് നേരെ തിരിഞ്ഞ് നമസ്കരിച്ചു, ഇനി ആ കഅബയെ നേർക്കുനേരെ ഒന്ന് കാണുന്നു എന്നുള്ള രൂപത്തിലൊക്കെ ഒരുപാട് പിന്നെ അതിൻ്റെ ആ ഒരു ആഗ്രഹങ്ങളൊക്കെ നമുക്കുണ്ടാകാം. പക്ഷേ നമ്മൾ നിർവഹിക്കുന്നത് പരിശുദ്ധ ഹജ്ജ് കർമ്മമാണ്. ആ ആഗ്രഹങ്ങളും അതിൻ്റെ ചരിത്ര തലങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകുന്നതിൻ്റെ കൂടെ തന്നെ നിർവഹിക്കുന്ന കർമ്മം മഖ്ബൂലും മബ്റൂറുമായി നിർവഹിക്കുന്നതിന് വേണ്ടിയുള്ള പ്രാമാണിക പഠനം നടത്തണം. ലളിതമാണത്. കാരണം ഒരു 6 ദിവസങ്ങളിൽ അയ്യാമു തശ്രീഖ്, അതേപോലെ പിന്നെ ദുൽഹജ്ജ് 8 മുതൽ 13 കൂടി 6 ദിനങ്ങളിൽ മക്കയിലും അറഫയിലും മുസ്ദലിഫയിലും മിനയിലും ഒക്കെയായി 4-5 സ്ഥലങ്ങളിൽ 6 ദിനങ്ങളിലെ നിശ്ചിത കർമ്മങ്ങൾ, ഇതാണ് പരിശുദ്ധ ഹജ്ജ് കർമ്മങ്ങളിൽ നമ്മൾ നിർവഹിക്കുന്നത്. അപ്പം നമ്മുടെ ഉപ്പയോ ഉമ്മയോ സഹോദരനോ സഹോദരിയോ അയൽവാസിയോ നമ്മളോ നമുക്ക് വേണ്ടപ്പെട്ടവരോ ആരെങ്കിലൊക്കെ പോകുന്നുണ്ട് എങ്കിൽ അവർക്ക് കൃത്യമായി ഹജ്ജിൻ്റെ കർമ്മങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ, സ്ഥലങ്ങൾ, അതിനുള്ള സദസ്സുകളൊക്കെ നമ്മൾ അറിയിച്ചു കൊടുക്കണം.
അവർക്കതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കണം. ഖുദു അന്നി മനാസിക്കക്കും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, എന്നിൽ നിന്നായിരിക്കണം നിങ്ങൾ ഹജ്ജിന്റെ കർമ്മങ്ങൾ പഠിച്ചെടുക്കേണ്ടത് എന്നാണ്. അവ പല സ്ഥലങ്ങളിലേക്ക് എവിടെയാണോ ക്ലാസ് അവിടേക്കൊക്കെ പോകും. പക്ഷെ നെല്ലും പതിരും വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയില്ല. എല്ലാവരും ക്ലാസ് എടുക്കും. ചില ആളുകൾ കുറച്ച് ഓവറാക്കും, ചില ആളുകൾ ഉള്ളത് മിസ്സാക്കും, ചില ആളുകൾ കൃത്യമായി എടുക്കും. അപ്പൊ ഇത് നെല്ലും പതിരും വേർതിരിച്ച് അതിന്റെ ഒരു പ്രാമാണിക പ്രതലത്തിൽ ഇത് പഠിച്ചെടുക്കണം. ആവശ്യമില്ലാത്ത ഉലുവ്, അതിശയോക്തിയുള്ളത് കയറ്റി കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്യൽ ടാസ്കായി തീരും. കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞല്ലോ, ക്ലേശവും പ്രയാസവും ബുദ്ധിമുട്ടൊക്കെ ഇസ്ലാമിക ജീവിതത്തിലും അനുഷ്ഠാനത്തിലും ആരാധനയിലും ഉണ്ടാകുന്നത് ലളിതമാക്കിയ സംഗതികളെ ഭക്തി പ്രതീക്ഷിച്ച് കൂടുതൽ അത് ടാസ്കാക്കി തീർക്കും. അല്ലയില്ല, അപ്പൊ അത് പാടില്ല. ഒക്കെ അളവനുസരിച്ച് കൃത്യമായി ചെയ്താൽ മതി. കല്ലെറിയുന്ന സമയത്ത് വലിയ കല്ലൊക്കെ പെറുക്കിക്കൊടുന്ന് പിന്നെ എറിയുമ്പോൾ, ജംറയിൽ എറിയുമ്പോൾ സാബികളോട് പ്രവാചകൻ ചോദിച്ചു, എന്തിനാ ഈ വലിയ കല്ലേന്ന്? അതിന്റെ ആവശ്യമില്ല, ചെറിയ കല്ല് മതി. ഇതൊരു പ്രതീകാത്മക പ്രവർത്തനങ്ങളാണ്, ഒരു ഇബാദത്താണ് നിർവഹിക്കുന്നത്. പ്രയാസം ഉണ്ടാക്കാൻ പാടില്ല, നിങ്ങൾ എളുപ്പമുണ്ടാക്കണം. അതുകൊണ്ട് ചെറിയ കല്ലുകൾ കൊണ്ട് എറിഞ്ഞാൽ മതിയെന്ന്. ഇങ്ങനെ ഇതിന്റെ ഓരോ കർമ്മങ്ങൾക്കിടക്ക് ഇല്ലാത്ത കുറെ കാര്യങ്ങൾ ഭക്തിയുടെ പേര് പറഞ്ഞുകൊണ്ട്, നമ്മൾ റമദാൻ മാസത്തിലൊക്കെ കണ്ടില്ലേ, എത്ര നോമ്പിന് അതിന്റെ മാങ്ക് കൊടുത്തു കഴിഞ്ഞാലും നോമ്പ് തുറക്കൂല. കാരണം എന്താ? അവിടെ ഒരു പ്രത്യേക സ്പെഷ്യൽ ഭക്തി ഒരു മാസത്തേക്ക്. എന്തിനാ അതിന്റെ ആവശ്യം? നമുക്കൊന്നും അതിന് കഴിയാത്തത് കൊണ്ടല്ല. കാരണം ഒരു 6:38, 35 വരെ ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ ഇരുന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭക്തിയുടെ പേരിൽ 10 മിനിറ്റ് ഇനിയും കാത്തിരിക്കുക. 6:45 നോമ്പ് തുറന്നാൽ മതി. പക്ഷെ അതല്ല, പ്രവാചകൻ പഠിപ്പിച്ചത് നോമ്പ് തുറക്കാൻ നിങ്ങൾ ധൃതി കാണിക്കണമെന്നാണ്. അപ്പൊ ഈ പറഞ്ഞതുപോലെ എല്ലാ അനുഷ്ഠാന കർമ്മങ്ങളിലും വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളും പ്രവാചക വചനങ്ങളും അടിസ്ഥാനപ്പെടുത്തത് പഠിക്കാതെ പോയി കഴിഞ്ഞാൽ പലതും നമ്മൾ നിർവഹിക്കേണ്ടി വരും. അതുകൊണ്ട് പ്രാമാണികമായി പഠിക്കുകയും എന്നിട്ട് മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ആത്മീയമായി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യണം. നാലാമത് സൂചിപ്പിക്കുവാനുള്ളത്, യാത്ര ചോദിക്കും പല ആളുകൾ. ഹജ്ജിന്റെ ആ യാത്രയൊക്കെ തുടങ്ങുന്ന സമയത്ത് യാത്ര ചോദിക്കും. സാമ്പത്തിക ഇടപാടുകൾ അതൊക്കെ യാത്ര ചോദിക്കാവുന്നതാണ്. ഇടപാടുകളൊക്കെ തീർക്കാവുന്നതാണ്. അതേപോലൊക്കെ തീർക്കേണ്ടതാണ്. വലിയ വലിയ ബാധ്യതകൾ ഉണ്ടെങ്കിൽ അതൊക്കെ നിറവേറ്റേണ്ടതാണ്. എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ കടണ്ട് എന്ന് വിചാരിച്ചത് ഹജ്ജിനെ ബാധിക്കൂല. അങ്ങനെയുണ്ട്. ഇപ്പം എന്തെങ്കിലും ഒരു ചെറിയ കടണ്ട്, അത് പൂർത്തീകരിക്കാതെ ഞാൻ പോയി കഴിഞ്ഞാൽ ഹജ്ജ് സഹിയാന്ന് വെച്ചാൽ ഹജ്ജ് സഹിയാവും. അതിലുള്ള വകുപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ മതി, ബന്ധപ്പെട്ടവരെ അറിയിച്ചാൽ മതി, അത് ഇന്ന രൂപത്തിൽ കൈകാര്യം ചെയ്യണം എന്ന് പറഞ്ഞാൽ മതി. അത്രയുള്ള വിഷയത്തിൽ. എന്നാൽ മറ്റൊന്ന് ഇപ്പം നാട്ടിൽ പലപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതാണ്, യാത്ര ചോദിക്കലിന്റെ മറവിലും ഹജ്ജിന്റെ ചടങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ സഹാബികൾക്കൊന്നും പരിചയമില്ലാത്ത വിധത്തിൽ വലിയ ഭക്ഷണ സൽക്കാരും പരിപാടിയൊക്കെ സംഘടിപ്പിക്കുക. ഇതിനൊന്നും ആവശ്യമില്ല. ഒരു ദീർഘയാത്ര എന്നുള്ള നിലക്ക് അങ്ങനെ പോവുകയാണ്. ജനലക്ഷങ്ങൾ സമ്മേളിക്കുന്ന വലിയൊരു അറഫ മണ്ണും അതേപോലെ തന്നെ കാലാവസ്ഥ ചിലപ്പം പ്രതികൂലാകും. മറ്റൊരു നാടാണ്, കിലോമീറ്ററുകൾ താണ്ടിയുള്ള യാത്രയാണ്. ഇനി തിരിച്ചു വരാൻ സാധിക്കില്ലേ? ഹജ്ജിന് ഒരുങ്ങുമ്പോൾ തന്നെ ആ രൂപത്തിലാണ് നമ്മൾ പലരും ഒരുങ്ങി പുറപ്പെടാറുള്ളത്. ഇതെന്റെ അവസാനത്തെ ഇസ്ലാമിക പഞ്ചസ്തംഭങ്ങളിൽ 5ാമത്തെ കർമ്മമാണ്. ഇതോടുകൂടി സ്വർഗം നേടിയെടുക്കാൻ കഴിയും. ഇനി എന്ത് സംഭവിച്ചാലും എനിക്ക് കുഴപ്പമില്ല എന്ന ആ രൂപത്തിലൊക്കെ മനസ്സിനെ പരിശീലിപ്പിച്ചിട്ടായിരിക്കും പോവുക. അപ്പൊ അതുകൊണ്ട് തിരിച്ചു വരാനുള്ള സാധ്യതയിൽ ഏതെങ്കിലും തരത്തിൽ ആശങ്കയുണ്ടെങ്കിൽ യാത്രയൊക്കെ ചോദിച്ച് അങ്ങനെയൊക്കെ പോകാം, അതിനൊന്നും കുഴപ്പമില്ല എന്ന് വെച്ച് 50, 100, 250, 300 ആളുകളൊക്കെ പങ്കെടുക്കുന്ന ചടങ്ങ്, അത് ഓഡിറ്റോറിയൊക്കെ ബുക്ക് ചെയ്തിട്ട് 1000 ആളുകൾക്കുള്ള ഭക്ഷണക്കൊരുക്ക്, ഈ വക പരിപാടിയൊന്നുമില്ല. കാരണം നോമ്പ് തോൽക്കുമ്പോൾ ആരെങ്കിലും പ്രത്യേകം അങ്ങനെ വല്ല പരിപാടി ഉണ്ടോ? അതേപോലെ തന്നെ നിസ്കരിക്കാൻ പോകട്ടെ, ഞാൻ അതുകൊണ്ട് വലിയൊരു കാലടിച്ച് ചായ അടിക്കുക, കാരണം ഞാൻ നിസ്കരിക്കാൻ പോവാണ് എന്ന് വിചാരിച്ചിട്ട് എല്ലാവർക്കും ചായ വാങ്ങിക്കൊടുത്തിട്ട് നിസ്കരിക്കാൻ പോവുക. അപ്പൊ ഇങ്ങനെ സഹാബികൾ ആരും ചെയ്തിട്ടില്ല. പ്രത്യേക ഫംഗ്ഷൻ ആക്കിയിട്ട് അങ്ങനെ ഹജ്ജിന് പുറപ്പെടുകയാണ്. ഇന്ന സഹാബി ഉമർ റളിയല്ലാഹു ഹജ്ജിന് പോവാൻ, അപ്പൊ എല്ലാവരും അവിടെ നിന്ന് കൂടി എന്നിട്ട് പ്രത്യേക രൂപത്തിൽ ഒരു രൂപമൊക്കെ ഉണ്ടാക്കി നമ്മളപ്പം എന്തൊക്കെ കാണുന്ന രൂപത്തിലുള്ള അതിന്റെ ഒരു അതിശയോക്തി വർദ്ധിപ്പിച്ച കോലത്തിലൊന്നും ആക്കിയിട്ടില്ല. എന്ന് വെച്ച് തീരെയും വേണ്ട ഒരാളോടും ഉണ്ടാതെ ഞാൻ ഇങ്ങനെ നിസ്കരിക്കണ പോലെ നോമ്പ് വെക്കുന്നത് പോലെ വളരെ രഹസ്യ സ്വഭാവത്തിൽ ഹജ്ജിന് പോകുകയാണെന്ന് പറയാം. എല്ലാത്തിന്റെയും ഒരു തീവ്രതയും ജീർണതയുണ്ട്. വജഅൽനാകും ഉമ്മത്തൻ വസത്ത, അതിന്റെ ഒരു മധ്യമ മാന്യ നിലപാട് നമ്മൾ സ്വീകരിക്കുക എന്നതാണ് നാലാമത്തേത് സൂചിപ്പിക്കുവാനുള്ളത്. അതേപോലെ തന്നെ 5ാമത്തെ കാര്യം, പല ആളുകളും ഹജ്ജിന് വേണ്ടി പുറപ്പെടുന്നതിന്റെ മുന്നോടിയായിട്ട് സർവ്വജാറങ്ങളിലും, അത് നാഷണൽ ലെവലിലും സ്റ്റേറ്റ് ലെവലിലും ഒക്കെ പ്രാദേശിക ലെവലിലും ഒക്കെ ഉള്ളിടത്ത് കയറി ഇറങ്ങും. CM മക്കാമിൽ, നാഗൂർ, അജ്മീർ, ഏർവാടി, മുത്തുപ്പേട്ട, ഉള്ളാൾ ഇങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ ജാറങ്ങളിലും കയറി ഇറങ്ങി അവിടുത്തെ വലിയകളായിട്ടൊക്കെ സാങ്ഷ്യം വാങ്ങിയിട്ട് അങ്ങനെ പോകുക എന്നുള്ളതാണ് തൗഹീദിന്റെ വിളംബരം ചെയ്ത മണ്ണിലേക്കായി പോണത്. അപ്പൊ അതുകൊണ്ട് ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക്, ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്ക്, ഒരു പങ്കുകാരൻ നിനക്കില്ല എന്ന എല്ലാ പങ്കുകാരെയും ചേർത്ത് അവരൊക്കെ ഉൾപ്പെടുത്തി അവരോടൊക്കെ അഭൗതികമായി അദൃശ്യമായി സഹായം തേടി ബർക്കത്ത് തേടി പ്രാർത്ഥിച്ച് നേർച്ച നേർന്ന് എന്നിട്ട് പടച്ച റബ്ബിലേക്ക് യാത്ര തിരിക്കുക എന്ന് പറയുമ്പോൾ അത് എത്രമേൽ പ്രയാസകരമാണ് വിശ്വാസത്തിന്, അനുഷ്ഠാനത്തിന്, ആ യാത്രക്ക്, അതിന്റെ ഹൈറിന്, ബർക്കത്തിന് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നേർക്ക് നേരെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് പ്രാർത്ഥിക്കുകയും പടച്ച റബ്ബിൽ തവക്കുലാക്കുകയും
അങ്ങനെ റബ്ബിലേക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പറഞ്ഞ കാര്യകാരണ ബന്ധങ്ങൾക്കുള്ളിലുള്ളതും ആത്മീയവുമായ ഒരുക്കങ്ങൾ നടത്തി ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞ് പുറപ്പെട്ടാൽ മതിയാകുന്നതാണ്. അതുകൊണ്ട് ശിർക്കുമായി ബന്ധപ്പെട്ടതോ കെട്ടി ഉയർത്തപ്പെട്ടതോ വിദഅത്തുള്ളതോ ആയിട്ടുള്ള ഒന്നിലേക്കും യാത്ര ചെയ്യേണ്ട ആവശ്യവുമില്ല. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഹജ്ജിന് വേണ്ടി ഒരുങ്ങുന്ന ഹാജിമാര്, ഹജ്ജ് നിർവഹിക്കാൻ ഉദ്ദേശിക്കുന്നവരെ, നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ ഇൻഷാ അല്ലാഹ് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ഒരു ബോധനം നമ്മൾ നൽകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഇസ്ലാം അതിൻ്റെ പ്രാമാണിക ബോധ്യത്തോടെ മരിക്കുവോളം നിർവഹിക്കുവാനുള്ള തൗഫീഖ് അവൻ നമുക്ക് നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളെയും സദുദ്യമങ്ങളെയും വിജയിപ്പിക്കുമാറാകട്ടെ. അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ച അപാകതകളെ, തെറ്റുകുറ്റങ്ങളെ അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ പല സഹോദരന്മാർ രോഗം ബാധിച്ച് ചികിത്സയിലാണ്, വളരെ പ്രയാസത്തിലാണ്. ഈ പള്ളിയിലൊക്കെ സ്ഥിരമായി പങ്കെടുക്കുന്ന ഒരു സഹോദരൻ പ്രത്യേകം പ്രാർത്ഥനയ്ക്ക് വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു സഹോദരൻ അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ മകളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ടിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ അറിയിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെയൊക്കെ മനസ്സ് വെമ്പുന്നുണ്ട്. രോഗികളായ നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ ഭാര്യമാരും ഭർത്താക്കന്മാരും അതേപോലെ നമ്മുടെ മക്കളും നമുക്ക് ഏറെ പ്രിയങ്കരായവരും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. അവരൊക്കെ നിയ്യത്താക്കി നമ്മൾ തേടുക. അള്ളാഹു അവർക്കെല്ലാം പൂർണ്ണമായ ശമനം നൽകുമാറാകട്ടെ. ആരോഗ്യപരമായ സുസ്ഥിതി ഖൈറ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വലിയ അസുഖങ്ങളെ തൊട്ട് അവരെയും നമ്മെയും അള്ളാഹു സംരക്ഷിക്കുകയും സമാധാനം പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവെ, വളരെ പ്രയാസം നിറഞ്ഞ അരക്ഷിതമായ അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന രാജ്യങ്ങൾ, പശ്ചിമേഷ്യ, GCC രാജ്യങ്ങൾ, ഇറാൻ, അതേപോലെ തന്നെ ഫലസ്തീൻ, ഗസ, അള്ളാഹുവെ അവർക്കെല്ലാം നീ അതിജീവനം നൽകുമാറാകണേ. അള്ളാഹുവെ അവർക്കെല്ലാം നീ സമാധാനവും സാഹോദര്യവുമുള്ള മണ്ണ് തിരിച്ചു പ്രദാനം ചെയ്യണമേ നാഥ. അള്ളാഹുവെ മർദ്ദക ഭരണകൂടങ്ങളെ നീ നിഷ്കാസിതമാക്കി തീർക്കണമേ റബ്ബേ. അള്ളാഹുവെ ഞങ്ങളുടെ എല്ലാ ഉപജീവന മാർഗത്തിൽ നീ കൂടുതൽ ഖൈറും ബറക്കത്തും നൽകണമേ നാഥ. അള്ളാഹുവെ ഞങ്ങളുടെ മക്കളുടെ അക്കാഡമിക് രംഗത്ത് ശോഭനമായ ഭാവി നീ നൽകണമേ റബ്ബേ. ഈ ഒഴിവുകാലങ്ങളെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ വിവേകം കാണിക്കുന്ന രക്ഷിതാക്കളിൽ ഞങ്ങളെ നീ ചേർക്കണമേ റബ്ബേ.